പോരാട്ട വീര്യം കൊണ്ട് അല്ലെങ്കിൽ ആവേശം കൊണ്ട് ലോക ക്രിക്കറ്റിലെ എൽ ക്ലാസിക്കോ എന്ന് പറയുന്നതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതാണ്ട് 10 മത്സരമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിച്ചത്. ഇതിൽ 8 കളിയിലും ഇന്ത്യ ജയിച്ചു, ഒരെണ്ണം പാകിസ്ഥാൻ ജയിച്ചു, ബാക്കി ഒരെണ്ണത്തിന് റിസൾട്ട് ഇല്ലാതെ പോയി. ഇപ്പോൾ ഈ വീണ്ടും ഒടുവിൽ നടന്നത് ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കില്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിലാണ്. അപ്പോൾ ദുബായിൽ നടന്ന മത്സരത്തിൽ താരതമ്യേന എളുപ്പമെന്ന് പറയുന്ന ഒരു സ്കോറായിരുന്നു നമുക്ക് മുമ്പിലുണ്ടായിരുന്നു. 240-41 റൺസ് ആയിരുന്നു. ഒടുവിൽ അത് ചേസ് ചെയ്തത് വിരാട് കോഹ്ലി എന്ന് പറയുന്ന മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായ ആ താരത്തിന്റെ മികവ് കൊണ്ടാണ്. എങ്ങനെ കാണുന്നു വിരാട് കോഹ്ലിയുടെ ആ പ്രകടനത്തെ? വിരാട് കോഹ്ലിയുടെ പ്രകടനത്തെ പറയുകയാണെങ്കിൽ പാകിസ്ഥാന്റെ വാപ്പ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു കളിയായിരുന്നു അദ്ദേഹത്തിന്റെ. കാരണം നമ്മൾ പല കളിയിൽ നോക്കുമ്പോൾ വിരാട് കോഹ്ലി ചില കളിയിൽ ഇങ്ങനെ താന്നു പോകും. പെട്ടെന്നായിരിക്കും ഒരു ഇന്ത്യ പാക് കളി വരുമ്പോഴത്തേക്കും അവിടെ കോഹ്ലിനെ കാണുന്നത് പിന്നെ ഒരു ഇന്ത്യക്കാരൻ്റെ എല്ലാ വീരും വാശിയോടുകൂടി കളിക്കുന്ന ഒരു കളിക്കാരനായിട്ടാണ്. അത് തന്നെയാണ് കഴിഞ്ഞ കളിയിലും കണ്ടായിട്ട് എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ ഏകദിനത്തിലെ 51ാമത്തെ സെഞ്ചുറിയാണ് ഇപ്പോൾ എടുത്തത്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 82ാമത്തെ സെഞ്ചുറിയാണ് അദ്ദേഹം എടുത്തത്. അപ്പോൾ കോഹ്ലിയുടെ ചരിത്രത്തിലെ ഓരോരോ നേട്ടങ്ങളിലും പാകിസ്ഥാൻ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആവുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അതായത് കോഹ്ലിയുടെ പ്രകടനം വളരെ നിർണായകം തന്നെയാണ്. 100 റൺസാണ് എടുത്തത്. ഇതിൽ 96 റൺസ് എടുത്ത് വിരാട് കോഹ്ലി നിൽക്കുമ്പോൾ ഇന്ത്യക്ക് ജയിക്കാൻ 2 റൺസ് മതി. എന്നിട്ടും ആ 2 റൺസാണ് എടുക്കുന്നതെങ്കിൽ കോഹ്ലിക്ക് 98 റൺസിൽ തന്റെ ഇന്നിംഗ്സ് അവസാനിപ്പിക്കേണ്ടി വരും. പക്ഷേ അദ്ദേഹം ആ ഓവറിൽ തന്നെ ഒരു ബൗണ്ടറി നേടിക്കൊണ്ടാണ് തന്റെ സ്കോർ 100ലേക്ക് എത്തിക്കുകയും ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത്. മാത്രമല്ല ബാറ്റിങ്ങിന് വളരെ ദുഷ്കരമായ ഒരു പിച്ചാണ് ദുബായിലെ. ഇത് കണ്ടറിഞ്ഞാണ് ഇന്ത്യ കളിച്ചത്. അത് കാണാതെ അല്ലെ അത് ശ്രദ്ധിക്കാതെ കളിച്ച പാകിസ്ഥാന് ഒരു കൂറ്റൻ സ്കോർ നേടാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഈ 100 റൺസ് എടുക്കുന്നതിനിടയിൽ 45 ബോൾ ഡോട്ട് ബോൾ ആയിരുന്നു. ഡോട്ട് ബോൾ എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലി റൺ എടുത്തില്ല. അപ്പോൾ സ്പിന്നർമാരെ കളിക്കുന്നത് വളരെ സൂക്ഷിച്ചായിരുന്നു കോഹ്ലി. ഈ സ്പിന്നർമാർക്കെതിരെ ഏതാണ്ട് 30 പന്തിലാണ്ട് 16 റൺസോ മറ്റോ ആണ് കോഹ്ലി എടുത്തത്. അപ്പോൾ സ്പിന്നർമാരെ കളിക്കാൻ ഏറെ പ്രയാസമാണെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത്, അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത്. അതിനുശേഷം പിന്നീട് കോഹ്ലി റൺ വാരിക്കൂട്ടിയത് പേസ് ബൗളർമാർക്കെതിരെയാണ്. കാരണം പേസിനെ അങ്ങോട്ട് അധികം അവർ സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ ബൗൺസ് കുറഞ്ഞ, വേഗത കുറഞ്ഞ ഒരു പിച്ചിൽ എങ്ങനെ കളിക്കണമെന്ന് ഇന്ത്യ ഒരു ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പം വിരാട് കോഹ്ലി എന്ന് പറയുന്ന ക്രിക്കറ്റ് താരം എത്രയോ മത്സരങ്ങൾ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. മാത്രമല്ല എന്നൊക്കെ പാകിസ്ഥാനെതിരെ കളിക്കുന്നു അപ്പോഴൊക്കെ തന്നെ ഫോമിലേക്ക് ഉയരുന്നത് വിരാട് കോഹ്ലി ആയിരിക്കും. ആ വിരാട് കോഹ്ലിയാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. അത് തന്നെയാണ് കുറച്ച് മുമ്പ് ഭവിത് പറഞ്ഞില്ലേ, വാപ്പയാണ് പാകിസ്ഥാനത്തൊക്കെ. പാകിസ്ഥാൻ താരങ്ങൾക്ക് ഒരുപാട് ആരാധനയുണ്ട് കേട്ടോ കോഹ്ലിക്ക്. പക്ഷെ പാകിസ്ഥാൻ ഈ കോഹ്ലി ഔട്ടാക്കാനേ പറ്റില്ല, ഭയങ്കര ദുഷ്കരമാണ്. മാത്രമല്ല ആദ്യം തന്നെ നമുക്ക് രോഹിത് ശർമ്മയെ നഷ്ടമായി. രോഹിത് ശർമ്മയെ നഷ്ടമായപ്പോഴാണ് കോഹ്ലി വരുന്നത്. ഈ കോഹ്ലി അവിടെ വളരെ പതുക്കെ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഗില്ല് മറ്റേ വശത്ത് നിന്ന് റൺസ് അടിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ കോഹ്ലി ഈ പറയുന്ന സ്ലോ പിച്ചിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ബൗൺസ് കുറഞ്ഞ പിച്ചിൽ എങ്ങനെ കളിക്കണമെന്ന് അറിഞ്ഞ്, കാരണം എക്സ്പീരിയൻസ് കൊണ്ടാണ്, അനുഭവ സമ്പത്ത് കൊണ്ട് അദ്ദേഹം പതുക്കെ കളിച്ചു വരുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഗില്ല് കൃത്യമായി കളിക്കുന്നുണ്ടാവും. അപ്പോൾ ശുഭ്മാൻ ഗില്ല് കൃത്യമായി സ്കോർ ചെയ്ത് മുന്നേറിയത് കൊണ്ടാണ് അവിടെ നങ്കൂരം ഉറപ്പിച്ച് നിന്ന് കളിക്കാൻ ഈ കോഹ്ലിക്ക് കഴിഞ്ഞത്. മാത്രമല്ല ടെൻഷൻ കൂടാതെ നമ്മളെ വിജയത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കോഹ്ലി നേരത്തെ പറഞ്ഞ പോലെ 82ാമത്തെ സെഞ്ചുറി നേടി എന്ന് പറഞ്ഞാൽ ഇനി മുമ്പിൽ സച്ചിൻ തെണ്ടുൽക്കർ മാത്രമേ ഉള്ളൂ 100 സെഞ്ചുറിയുമായിട്ട് നിൽക്കുന്നത്. മാത്രമല്ല ഏകദിനത്തിൽ 51 സെഞ്ചുറി നേടിയത് ഈ വിരാട് കോഹ്ലിയാണ്. അപ്പോൾ വിരാട് കോഹ്ലിയുടെ പ്രകടനത്തെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവുന്നുണ്ടോ? മതിയാവില്ല. അതുമാത്രമല്ല 111 ബോളിലാണ് അദ്ദേഹം 100 റൺസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഏകദിനത്തിലെ 51ാമത്തെ സെഞ്ചുറിയും അതും പാകിസ്ഥാനോടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കോഹ്ലിയുടെ കളികൾ സ്ലോ ആവുന്ന ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് പിന്നീട് ഒറ്റൊരു കയറ്റമായിരിക്കും ഇനി വരുന്നത്. അങ്ങനെ കോഹ്ലിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ സിനിജിയുടെ ഒരു കാഴ്ചപ്പാടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതല്ല, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ കളിക്കുമ്പോൾ കോഹ്ലി പതിയെ തന്റെ ഫോമിലേക്ക് തിരിച്ചു വരും. നമുക്കറിയാം എത്രയോ കളികളിലായി കോഹ്ലി ഫോം ഔട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളെ ഇനി ഇന്ത്യൻ ടീമിൽ വേണോ എന്ന് പോലും ചർച്ച ചെയ്തു. പക്ഷേ അദ്ദേഹം നേടിക്കൂട്ടിയ റൺസൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ പെട്ടെന്ന് 10,000 റൺസൊക്കെ കഴിഞ്ഞ ഒരു കളിക്കാരൻ കൂടിയാണ്. മാത്രമല്ല മുമ്പിലുള്ളത് ഇനി 3-4 താരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യക്കായിട്ട് ഏറ്റവും അധികം റണ്ണ് നേടിയിരിക്കുന്ന നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് കോഹ്ലി. പക്ഷേ കോഹ്ലിക്ക് സാഹചര്യത്തിനനുസരിച്ച് കളി മാറ്റാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞില്ല എൽ ക്ലാസിക്കോ. അപ്പോൾ ലോക ഫുട്ബോളിൽ എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞാൽ ഈ പോരാട്ടം കാണാൻ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കും. അതുപോലെ തന്നെയാണ് ആവേശത്തിൻ്റെ കാര്യത്തിൽ, പോരാട്ട വീര്യത്തിൻ്റെ കാര്യത്തിൽ ലോക ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള എൽ ക്ലാസിക്കോ എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം. കാരണം ഏതാണ്ട് 1996 അവസാനമായിട്ട് പാകിസ്ഥാൻ ഒരു ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അന്ന് ഇന്ത്യയും പാകിസ്ഥാനും സംയുക്തമായിട്ട് ഈ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുകയും അന്ന് പാകിസ്ഥാൻ ലോക ചാമ്പ്യന്മാരാകുകയും ചെയ്തു. അന്ന് ഈ പറയുന്ന ഇമ്രാൻഖാൻ ആയിരുന്നു അവരുടെ
ക്യാപ്റ്റൻ. അപ്പോൾ ആ രീതിയിൽ മുന്നേറിയ പാകിസ്ഥാനെ പിന്നീട് കഴിഞ്ഞ 29 വർഷത്തിനിടയ്ക്ക് ഒരു ടൂർണമെന്റിന് പോലും ആതിഥേയത്വം വഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം പാകിസ്ഥാനിലുണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ, അവിടെ വലിയ ഭീകരാക്രമണം, ഇതുകൊണ്ട് ഒരു രാജ്യവും അവിടെ മത്സരിക്കാനായിട്ട് പോകില്ല. അങ്ങനെയാണ് ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്ന ടൂർണമെന്റ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടത്തണമെന്ന് അവർ തീരുമാനിച്ചത്. ആ ടൂർണമെന്റ് തീരുമാനിച്ചപ്പോൾ തന്നെ ഇന്ത്യ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കാം, ഒരു മത്സരത്തിൽ പോലും പാകിസ്ഥാനിൽ കളിക്കാൻ ഞങ്ങൾ തയ്യാറാകില്ല, പകരം ഞങ്ങൾ എന്ത് കൊടുക്കും, മറ്റേതെങ്കിലും ഒരു സ്വതന്ത്ര വേദിയിലേക്ക്. അങ്ങനെയാണ് ദുബായ് തീരുമാനിക്കുന്നത്. ആ ദുബായിലേക്ക് പോകുമ്പോൾ പോലും പാകിസ്ഥാന്റെ ആത്മവിശ്വാസം ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്താൽ, ഇപ്പോൾ ലോകകപ്പിലെ ക്രിക്കറ്റ് മത്സരത്തിന് കണക്കെടുത്താൽ പോലും ഇന്ത്യ ഒരു തവണയും കണ്ട് അടുത്ത കാലത്ത് പാകിസ്ഥാനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എല്ലായ്പ്പോഴും വിജയം ഇന്ത്യയുടെ കൂടെയാണ്. കാരണം ശരിക്കും മത്സരം നടക്കുന്നത് പാകിസ്ഥാന്റെ പേസ് നിരയുമായിട്ടായിരിക്കും. അവരുടെ എപ്പോഴും ശക്തി എന്ന് പറഞ്ഞാൽ അവരുടെ പേസ് നിരയുടെ ഒരു ശക്തിയാണ്. അവരുടെ ഒരു ദൗർബല്യം എന്ന് പറയുന്നത് ബാറ്റിംഗ് ആണ്, എപ്പോൾ വേണേലും തകർന്നറിയാം എന്ന് പറയുന്ന പോലെയാണ് ഇന്ത്യയുടെ ശക്തി പാകിസ്ഥാന് മുമ്പിൽ ബാറ്റിംഗ് നിരയാണ്. സച്ചിൻ തെണ്ടുൽക്കർ ഉള്ള കാലത്തായിക്കോട്ടെ, VVS ലക്ഷ്മൺ വന്നപ്പോഴായിക്കോട്ടെ, ദ്രാവിഡിന്റെ കാലത്തായിക്കോട്ടെ, അതിന്റെ അടുത്ത തലമുറയാണ് രോഹിത് ശർമ്മയും ഈ പറയുന്ന വിരാട് കോഹ്ലിയൊക്കെ. അപ്പോൾ വിരാട് കോഹ്ലിയുടെ ഒക്കെ ഏതാണ്ട് കരിയറിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴും പാകിസ്ഥാൻ ഈ വിരാട് കോഹ്ലിയെ പേടിക്കുന്നുണ്ട്, എങ്ങനെ കളിക്കണമെന്ന് അറിയില്ല. മാത്രമല്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട്, അഫ്ഗാന്റെ ആക്രമണം കൊണ്ട് ആകെപ്പാടെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. കൂടാതെ സാമ്പത്തിക നില ആകെ തകർന്നിരിക്കുകയാണ്. ആ സമയത്താണ് ICC തീരുമാനിച്ചുകൊണ്ട് ഈ ലോക ചാമ്പ്യൻഷിപ്പ്, ഈ പറയുന്ന ചാമ്പ്യൻസ് ട്രോഫി സംഘടിപ്പിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫി സംഘടിപ്പിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ, അതായത് 8 വർഷം മുമ്പാണ് തോന്നുന്നു അവസാനമായിട്ട് നടന്നത്, അന്ന് പാകിസ്ഥാനായിരുന്നു ജേതാക്കൾ, അന്ന് ഇന്ത്യയെ തോൽപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ പകരം വീട്ടണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തായാലും പകരം വീട്ടാനായിട്ട് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ്റെ ശക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പേസ് ബൗളിംഗ് ആണ്. അപ്പോൾ പേസ് ബൗളിങ്ങിനെ അത്ര കാര്യമായി തുടയ്ക്കാതിരിക്കുമ്പോൾ സ്പിൻ ബൗളേഴ്സ്, അപ്പോൾ സ്പിൻ ബൗളേഴ്സ് ഒരു വലിയ രീതിയിൽ, ഒരു മികച്ച രീതിയിലൊക്കെയാണ് പ്രകടനം നടത്തിയത്. അപ്പം 5ാമത്തെ ഓവറിൽ തന്നെ നമുക്ക് രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടു. അദ്ദേഹം നല്ല തുടക്കം കാണിച്ചത്. അതിനുശേഷം കോഹ്ലി വന്നു. ഈ കോഹ്ലി വന്നപ്പോഴത്തേക്കും ഈ സ്പിന്നർമാരെ കൊണ്ടുവന്ന് ഒരു റൺസ് നേടുക, അല്ലെങ്കിൽ റൺസിന് തടയിടുക എന്നാണ് അവരുടെ ശ്രമം നടത്തിയത് മുഴുവൻ. എന്തായാലും ആക്രമണ ബാറ്റിംഗ് നടത്തിയിട്ട് ഗില്ല് പതുക്കെ റൺസ് ഉയർത്തിക്കൊണ്ടേയിരുന്നു. ആ സമയത്താണ് നമ്മുടെ വിരാട് കോഹ്ലി പതിയെ അവിടെ നങ്കൂരമിട്ട് ഈ സ്പിന്നർമാർക്കെതിരെ എങ്ങനെ കളിക്കണം ആ രീതിയിലൊക്കെ കളിച്ച് പതുക്കെ മുന്നോട്ട് കൊണ്ടുവന്നത്. മാത്രമല്ല ഈ ശ്രേയസ് അയ്യർ ആദ്യത്തെ 30 ബോളിൽ 14 റൺസ് എടുത്ത് നിൽക്കുകയാണ്. ശ്രേയസ് അയ്യർക്ക് നല്ല ബാറ്റിംഗ് ആവറേജ് ഉള്ള ഒരു കളിക്കാരനാണ്. പക്ഷേ അയാളും ഈ പറയുന്ന സ്പിൻ ബൗളിങ്ങിനെതിരെ വളരെ കരുതലോട് കളിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ 45 പന്തിൽ 55 റൺസ് വീണ്ടും അടിച്ചെടുത്തുകൊണ്ടാണ് സ്ട്രൈക്ക് റേറ്റിൽ ഇദ്ദേഹം ഒരു കുതിപ്പ് നടത്തിയത്, ഈ പറയുന്ന ശ്രേയസ് അയ്യർ. അപ്പോൾ ശ്രേയസ് അയ്യരും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും കൂടെയാണ് പതുക്കെ ഇന്ത്യയെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. മാത്രമല്ല 96 റൺസ് എടുത്ത് നിൽക്കുന്ന ഈ വിരാട് കോഹ്ലി സെഞ്ചുറി അടിക്കാതിരിക്കാൻ വേണ്ടി പാക് ബൗളർമാർ മനഃപൂർവ്വം വൈഡ് എറിയാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ 2 റൺസ് കൂടി മാത്രം വേണ്ടിയിരുന്നപ്പോൾ പോലും ഒരു ബൗണ്ടറി നേടിക്കൊണ്ടാണ് വിരാട് കോഹ്ലി സെഞ്ചുറി തേച്ചത്. അപ്പോൾ പാകിസ്ഥാനിലുള്ള ആഭ്യന്തര പ്രശ്നം, പാകിസ്ഥാനിലുള്ള മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അവിടുത്തെ മുഴുവൻ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഒരു പരിഹാരം കാണാനുള്ളത് അവിടുത്തെ ജനങ്ങളെ ഒന്നിപ്പിച്ച് നിൽക്കുക. ആ ഒന്നിപ്പിച്ച് നിർത്താൻ പാകിസ്ഥാനിൽ അവശേഷിക്കുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത് ക്രിക്കറ്റാണ്. അപ്പോൾ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ആളുകളെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കും. അവരൊരു വികാരം പോലെ ആ ജനങ്ങൾ ഒന്നിച്ച് നിൽക്കുമെന്നാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ പാക് ജനതയുടെ ഒറ്റ വികാരം എന്ന് പറയുന്നത് ഇന്ത്യയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ദുബായ് സ്റ്റേഡിയത്തിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു ഇന്ത്യൻ കളിക്കാർ, അല്ലെ ഇന്ത്യൻ കളിക്കാരൊക്കെ ക്രീസിലേക്ക് ഇറങ്ങുമ്പോൾ ഈ സ്വാഭാവികമായിട്ടും നമ്മുടെ സപ്പോർട്ടേഴ്സ്, നമ്മുടെ രാജ്യക്കാരൊക്കെ പിന്തുണയ്ക്കും, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ചില പാകിസ്ഥാൻകാർ വളരെ പ്രകോപനപരമായിട്ട് സംസാരിക്കും, വളരെ മോശമായിട്ട് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർ അതിന് വശമതരാകുകയോ അല്ലെ അതിൽ പ്രകോപിതരാകുകയോ ഒന്നും ചെയ്തില്ല. മാത്രമല്ല ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം അവസാന നിമിഷം ശുഭ്മാൻ ഗിൽ പുറത്തായി. ശുഭ്മാൻ ഗിൽ പുറത്തായി കഴിഞ്ഞപ്പോൾ ആ പുറത്താക്കിയ ബൗളറുണ്ട്, സ്പിൻ ബൗളറാണ്, അയാൾ ഇങ്ങനെ കയ്യൊക്കെ കെട്ടിന്നിട്ട് അയാളുടെ ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ചു, ഇറങ്ങിപ്പോടാ എന്നുള്ള രീതിയിൽ. പണ്ട് സിനിമയിൽ ഇന്നസെന്റ് ഒക്കെ കാണിക്കുന്ന ഒരു ആക്ഷനാണ്. സത്യത്തിൽ അങ്ങനൊന്നും ആക്ഷൻ കാണിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം പാകിസ്ഥാൻ പരാജയത്തിലേക്ക് നീങ്ങുകയാണ്. ഈ പരാജയത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാട് ആ കളിക്കാരൻ കാണിക്കുന്നത് ലജ്ജാകരമാണെന്ന് പാകിസ്ഥാനിലെ തന്നെ മുൻ കളിക്കാർ അഭിപ്രായപ്പെട്ടു. അപ്പോൾ അവരുടെ ഒരു മനം മാറ്റം അല്ലെങ്കിൽ ആ നിലപാടിലൊക്കെ മാറ്റം ഉണ്ടാകണം. ഇപ്പം വിരാട് കോഹ്ലിയൊക്കെ പാകിസ്ഥാൻ കളിക്കാരോട് കാണിക്കുന്ന മനോഭാവം നമ്മളൊന്ന് കാണണം. അവർ വളരെ പോസിറ്റീവായിട്ടാണ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഗെയിമിനെ കാണുന്നത്. പക്ഷേ ഇപ്പുറത്ത് സംഭവിക്കുന്നത് എന്താ, അങ്ങനെ അല്ലാത്ത ചില രീതികളുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചാലും വിരാട് കോഹ്ലിയുടെ കളി തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിച്ചു. പക്ഷേ ഇന്ത്യയുടെ മുമ്പിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടതോടുകൂടി ഈ ചാമ്പ്യൻസ് ട്രോഫിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അംഗബലം കൊണ്ടും അല്ലെങ്കിൽ ആയുധബലം കൊണ്ടും ഇന്ത്യനെ അല്ലെങ്കിൽ ഭാരതത്തെ തോൽപ്പിക്കാൻ
പാകിസ്ഥാൻ ഇന്നും ആയിട്ടില്ല മക്കളെ എന്നുള്ള ഒരു ഡയലോഗാണ് ഇപ്പൊ ഓർമ്മ വന്നത്. അതെ അതെ, അങ്ങനെ പറയാം. മാത്രമല്ല ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഒരു ഗ്ലാമർ നഷ്ടപ്പെട്ടു. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന ആതിഥേയ രാജ്യം ഇല്ലെങ്കിൽ പിന്നെ ഇനി ആരാ കളി കാണാൻ പോവാ? അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ ഇന്ത്യ ഒരു ടൂർണമെന്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ പിന്നെ സെമി കാണാനോ ഫൈനൽ കാണാനോ വലിയ ആവേശം ഉണ്ടാവില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ പുറത്തായതോടുകൂടി അവിടുത്തെ രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായ ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് കരുതിയാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഇത്തരം ഒരു ടൂർണമെന്റ് പാകിസ്ഥാനിൽ സംഘടിപ്പിച്ചത്. പക്ഷേ പാകിസ്ഥാൻ 2 കളിയിലും തോറ്റു. ആദ്യത്തെ കളിയിൽ ന്യൂസിലൻഡിനോട് പരാജയപ്പെട്ടു, രണ്ടാമത്തെ കളിയിൽ ചിരവൈരികൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയോട് പരാജയപ്പെടുന്നു. അതുകൊണ്ട് പാകിസ്ഥാൻ പുറത്തായി. ഇനി വരുന്ന കളികളിലൊക്കെ ആളുകൾ വളരെ കുറവായിരിക്കും. മാത്രമല്ല ഇനി ഇന്ത്യ സെമിയിലേക്ക് സ്വാഭാവികമായിട്ടും പ്രവേശിച്ചു. അതുകൊണ്ട് ഇന്ത്യയുടെ കളി സ്വാഭാവികമായിട്ടും ദുബായിലായിരിക്കും. ഇനി ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയാൽ വീണ്ടും കളി അവിടെ വെച്ചായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനി ഒരു പക്ഷേ ഈ കളി കാണാനായിട്ട് ആൾ കൂടും. അല്ലാതെ പാകിസ്ഥാനിൽ വെച്ച് മറ്റേത് ടീം മത്സരിക്കാനായിട്ട് ഇറങ്ങിയാലും ഈ പറയുന്നുള്ള ആവേശം ഉണ്ടാകില്ല. കളിക്കാരുടെ ഒരു എന്താ പറയുക ഊർജ്ജസ്വലതയോട് കളിക്കാനുള്ള ഒരു പിന്തുണ കിട്ടില്ല. അപ്പോൾ എപ്പോഴും ഒരു ടീമിന് കിട്ടുന്ന പിന്തുണ എന്ന് പറയുന്നത് ഗ്യാലറിയിൽ ഇരിക്കുന്നവരുടെ കയ്യടിയും അവരുടെ സപ്പോർട്ടും ഒക്കെയാണ്. അപ്പോൾ പാകിസ്ഥാൻ ഒരു സെമി വരെയെങ്കിലും എത്തിയിരുന്നെങ്കിൽ വലിയ പിന്തുണയും വലിയ സപ്പോർട്ടും ഒക്കെ കിട്ടിയേനെ. ഇവിടെ ഇപ്പോൾ എന്താ പറയുക അവിടുത്തെ ജനങ്ങൾ ആഭ്യന്തര കലാപത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. സാമ്പത്തിക നില ആകെ തകർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ ഇപ്പോൾ അഫ്ഗാനുള്ള അടക്കമുള്ള രാജ്യങ്ങളുടെ ആക്രമണം, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ താൽക്കാലികമായൊരു പിടിവള്ളിയായിരുന്നു അവരെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ മുൻ താരങ്ങൾ പറയുന്നത് അവിടുത്തെ ഈ ടീം സെലക്ഷനിൽ പോലും ചില അനിയന്ത്രിതമായ രാഷ്ട്രീയ ഇടപെടലുണ്ട്. അവർക്ക് താല്പര്യമുള്ള ആളുകളെ നിയമിക്കുന്നു. അത്തരം അവസ്ഥകളൊക്കെ മാറി പാകിസ്ഥാനിൽ അവശേഷിക്കുന്ന ക്രിക്കറ്റ് എന്ന് പറയുന്ന കായിക ഇനത്തെ എല്ലാവരും കൂട്ടിപ്പിടിക്കണം, ഒന്നു ചേർന്ന് അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ എന്നേക്കുമായി ഇല്ലാതായി പോകുമോ എന്ന ഭയം ആ ടീമിലെ താരങ്ങളും പങ്കുവെക്കുന്നുണ്ട്. മുൻ താരങ്ങളാണ്. എന്തായാലും വിരാട് കോഹ്ലിയിലൂടെ വലിയൊരു ഷോക്കാണ് അവർക്ക് കിട്ടിയത്. വിരാട് കോഹ്ലിയുടെ പ്രകടനം എന്തായാലും എണ്ണപ്പെടുന്നത് തന്നെയാണ്. മാത്രമല്ല 51 സെഞ്ചുറി എന്ന് പറയുന്ന നേട്ടം ഇനി ഒരു പക്ഷേ ലോകത്ത് ഒരു കളിക്കാരനും ഒരു കാലത്തും മറികടക്കാൻ കഴിയാത്ത ഒരു റെക്കോർഡായിട്ട് നിലനിൽക്കുകയും ചെയ്യും. പണ്ട് പാകിസ്ഥാൻ ബംഗാൾ ടൈഗറിനെ പേടിച്ച പോലെ തന്നെ നമ്മുടെ കോഹ്ലിനെ ഇനി ഉള്ള മുന്നോട്ടുള്ള കളിയിലും പാകിസ്ഥാൻ പേടിച്ച് കളിക്കുന്ന കളികൾ നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.